ഹലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണക്കലരി ദോശയാണ്. അതിന് ഉണക്കലരി, തവിടുള്ള ഉണക്കലരി, കടകളിൽ നിന്ന് മേടിക്കുന്ന ഈ ഉണക്കലരിയാണ് മേടിച്ചിരിക്കുന്നത്. പച്ചരി ഇത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടുന്നത് തേങ്ങയും ചേർക്കുന്നുണ്ട്. ഇതിൽ ഇത്തിരി ഉലുവ വെള്ളത്തിൽ കുതിർക്കാനിടണം. അതിന് വേണ്ടി 2 സ്പൂൺ ഇട്ട് നോക്കാം. ഒരുപാട് കൂടിപ്പോയാൽ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് 2 സ്പൂൺ ഇട്ട് നോക്കട്ടെ. ഇത് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങയും ചേർക്കണം. ഇത് കുതിർന്ന ശേഷം കാണിക്കാം. ഒരു 2-3 മണിക്കൂർ കുതിരണം. അങ്ങനെ നമ്മൾ ഉണക്കലരിയും തേങ്ങയും ഉലുവയും ചേർത്ത് വെള്ളത്തിൽ കുതിർത്ത ശേഷം അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 1 മണിക്കൂർ അടച്ചു വയ്ക്കാം. അതിന് ശേഷം കാണാം. മാവിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് ഇളക്കിയെടുക്കണം. അതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുക. കുമ്പളകളൊക്കെ വരുന്നുണ്ട്. അടച്ചു വയ്ക്കുക. നമ്മൾ ദോശ നല്ലവണ്ണം ഇളകി വരുന്നുണ്ട്. മറിച്ചിട്ടില്ല. ഒരു 1/2 മിനിറ്റ് കിടക്കട്ടെ. ദോശ റെഡിയായിട്ടുണ്ട്. ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത ഒരു ദോശ ഉണ്ടാകും. എണ്ണ ഉരുട്ടി കൊടുക്കണം. പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയാണ്. പച്ചരി ആയതുകൊണ്ട് അടച്ചു വേവിക്കണം കേട്ടോ. തേങ്ങ ചേർത്തതാണ്. തേങ്ങയും ഉലുവയൊക്കെ. പ്രഭാത ഭക്ഷണം റെഡിയായിട്ടുണ്ട്. പിന്നെ ഉണക്കലരി ദോശയും തേങ്ങയും ഉലുവയും ഉണക്കലരിയും ചേർത്തുണ്ടാക്കിയ ദോശയും, ചമ്മന്തി ഉണ്ട്, ഒരു വിഴുക്ക് വരട്ടിയുണ്ട്, ഇത് പയർ ചേർത്തിട്ടുണ്ട്, ഒരു പുളിശ്ശേരി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടുണ്ടാക്കിയ വിശിഷ്ടമായ നമ്മുടെ ദോശ റെഡിയായിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. അങ്ങനെ ദോശ റെഡിയായിട്ട് കഴിഞ്ഞു. കൊള്ളാം. ഇത് ഉലുവയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിവുള്ളതാണ്. ഉലുവയുടെ ഗുണങ്ങളും, തേങ്ങ പ്രോട്ടീനാണ്, ഇതിൽ പയർ ചേർത്തിട്ടുണ്ട്, അതും പ്രോട്ടീനാണ്. പ്രോട്ടീനൊക്കെ കുറച്ച് ആവശ്യമേ ഉള്ളൂ. അതാണ് ശരീരത്തിന് ആരോഗ്യം നൽകുന്ന ഭക്ഷണമാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. രാവിലത്തെ ഒരു നേരത്തെ ആഹാരമായിട്ട് ഇത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.